ഗുണ്ടകൾ പുറത്തു പോയ സമയത്ത് അതിലൊരാളുടെ ഫോൺ താഴെ വീണ് കിടക്കുന്നത് സുധീഷ് കാണുന്നുണ്ട്. ഒട്ടും സമയം പാഴാക്കാതെ അത് കാൽ കൊണ്ട് തോണ്ടിയെടുത്ത് കാൽ വിരൽ കൊണ്ട് ഓൺ ചെയ്ത് സുഭാഷ് ഏട്ടനെ കോൾ ചെയ്ത് കാര്യങ്ങൾ പറയുന്നുണ്ട്. സംഭവിച്ചതൊക്കെ പറഞ്ഞതിന് ശേഷം സുധീഷിനെ കെട്ടിയിട്ട സ്ഥലത്തിന്റെ ലൊക്കേഷനും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഹരീഷേ, ഇവരൊക്കെ എന്നെ കൊല്ലാൻ പോവാണെന്നൊക്കെ പറഞ്ഞ് സുധീഷ് കരയുമ്പോഴേക്കും ഗുണ്ടകൾ തിരിച്ചെത്തുന്നുണ്ട്. ഏട്ടൻ എവിടെയാണ് ഉള്ളതെന്ന് മനസ്സിലായില്ലേ? വാ ഏട്ടാ, ഇപ്പൊ തന്നെ നമുക്ക് പോയി സുധീഷ് ഏട്ടനെ രക്ഷിക്കാം എന്ന് പറഞ്ഞ് നികേഷ് ബൈക്ക് എടുക്കുവാണ്. അങ്ങനെ അവർ 3 പേരും കൂടി സുധീഷ് പറഞ്ഞ സ്ഥലത്തേക്ക് വെച്ച് പിടിക്കുന്നുണ്ട്. എന്നാൽ സുധീഷ് തൻ്റെ ഫോൺ എടുത്ത് ആരെയോ വിളിച്ചു വന്ന് ഗുണ്ടകൾ തിരിച്ചു വന്നപ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട്. പുറത്തു പോയ സമയത്ത് അവൻ ആർക്കോ കോൾ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം അരുണിനെ വിളിച്ച് അറിയിക്കുവാണ് ഗുണ്ടകൾ. എങ്കിൽ ഉടനെ തന്നെ അവനെ അവിടെ നിന്ന് മാറ്റണം, ഞാൻ പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി കൊന്നു കളഞ്ഞേക്ക് എന്നെല്ലാം അരുൺ ആവശ്യപ്പെടുമ്പോൾ അവർ സുധീഷിനെ വലിച്ചേച്ച് വണ്ടിയിൽ കയറ്റി കൊല്ലാനായിട്ട് കൊണ്ടുപോവുകയാണ്. എന്നാൽ സുധീഷിനെ കൊണ്ടുപോകുന്ന വണ്ടി ഓവർ സ്പീഡായിരുന്നു. അങ്ങനെ വഴിയിൽ വെച്ച് ഹരീഷ് ഓടിച്ചിരുന്ന ബൈക്കിൽ ആ കാർ ചെന്ന് ഇടിക്കുവാണ്. നിനക്കെന്താടാ കണ്ണ് കണ്ടൂടെ? ആരാടാ നീ? ഇത്രയും ഫാസ്റ്റ് ആയിട്ടാണോ വണ്ടി ഓടിച്ചു വരുന്നത് എന്നെല്ലാം ചോദിച്ച് സുഭാഷ് ഏട്ടൻ ഗുണ്ടകളോട് ദേഷ്യപ്പെടുവാണ്. റോഡിൽ നിന്നും ഗുണ്ടകളോട് ദേഷ്യപ്പെടുന്നത് തൻ്റെ ബ്രദേഴ്സ് ആണെന്നുള്ള കാര്യം സുധീഷ് തിരിച്ചറിയുന്നുണ്ട്. എന്നാൽ വായ മൂടിയത് കൊണ്ട് തന്നെ അവന് വിളിച്ചു കൂവാനൊന്നും പറ്റുന്നില്ല. കൊണ്ട് തന്നെ സുധീഷ് കൂടെയുള്ളവന്മാരെ ചവിട്ടിയിട്ട് തല പുറത്തേക്കിട്ടുകൊണ്ട് അവരെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ അത്ഭുതമെന്നോണം നികേഷ് സുധീഷിനെ കാണുന്നുണ്ട്. അപ്പോഴേക്കും ഗുണ്ടകൾ വണ്ടി എടുത്ത് പോവാൻ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു. അതെ, സുധീഷ് ഏട്ടൻ അതിലുണ്ട്, വണ്ടി എടുക്കേ, നമുക്ക് അവരുടെ പിന്നാലെ പോകാമെന്നും പറഞ്ഞുകൊണ്ട് നികേഷും അവരും കൂടി ആ ഗുണ്ടകളുടെ പിന്നാലെ വെച്ച് പിടിക്കുന്നുണ്ട്. അങ്ങനെ അവസാനം ആ വണ്ടി തടഞ്ഞു നിർത്തി ഗുണ്ടകളെയൊക്കെ തല്ലി വീഴ്ത്തിയതിന് ശേഷം സുധീഷിനെ രക്ഷിക്കുവാണ് ബ്രദേഴ്സ്. നികേഷ് വന്ന് സുധീഷിന്റെ കെട്ടൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട്. എന്തിനാടാ ഇത് ചെയ്തത്? ആർക്ക് വേണ്ടിയാ ഇത് ചെയ്തത്? ആരാ നിങ്ങളൊക്കെ എന്നൊക്കെ ചോദിച്ച് സുഭാഷും ഹരീഷും ഗുണ്ടകളെ അടിക്കുന്നുണ്ട്. അപ്പോഴേക്കും എല്ലാ ഗുണ്ടകളും ഓടിപ്പോയിരുന്നെങ്കിലും ഒരുത്തനെ സുധീഷിന്റെ കയ്യിൽ കിട്ടുന്നുണ്ട്. ഞാൻ അത്രയും പണവും സ്വർണവുമായിട്ട് വരുന്നുണ്ടെന്ന് ആരാടാ നിങ്ങളോട് പറഞ്ഞത്? പറയടാ, എന്തിനു വേണ്ടിയിട്ടാ, ആർക്ക് വേണ്ടിയിട്ടാ നിങ്ങൾ എന്നോട് ഇത് ചെയ്തതെന്നൊക്കെ ചോദിച്ച് സുധീഷ് അയാളെ തല്ലുന്നുണ്ട്. അങ്ങനെ അടി കിട്ടിയപ്പോൾ ഞാൻ എല്ലാം പറയാമെന്നും പറഞ്ഞുകൊണ്ട് സത്യങ്ങളെല്ലാം ആ ഗുണ്ട അവരോട് തുറന്നു പറയുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ ഹേമ വന്ന് മുൻവാതിൽ തുറക്കുമ്പോൾ സുധീഷ് അവിടെ സിറ്റ് ഔട്ടിൽ ഒന്നും സംഭവിക്കാത്തതുപോലെ പത്രം വായിക്കുന്നത് കണ്ട് ഞെട്ടുവാണ് ഹേമ. ഇന്ന് ഞെട്ടിക്കൊണ്ട് ഹേമ ആരടാ നീ എന്നൊക്കെ ചോദിക്കുമ്പോൾ സുധീഷ് പത്രം താഴ്ത്തുന്നതും സുധീഷിനെ കണ്ട് ഞെട്ടുവാണ് ഹേമ. എടാ നീയോ? അയ്യോ രാജീവേട്ടാ, ഇങ്ങോട്ടൊന്ന് വന്നേന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് ഓടിപ്പോവുകയാണ് ഹേമ. അങ്ങനെ പേടിയോടെ രാജീവനെയും അരുണിനെയും ഒക്കെ കൂട്ടിക്കൊണ്ട് വരുവാണ് കേട്ടോ അവരെ. അപ്പോഴേക്കും സുധീഷും അകത്തേക്ക് കയറി വന്നിട്ടുണ്ടായിരുന്നു. സുധീഷിനെ കണ്ട് നിധി, സുധീഷ് നീ എവിടെയായിരുന്നു ഇതുവരെ എന്നൊക്കെ ചോദിച്ച് അടുത്തേക്ക് വരുന്നുണ്ട്. സമയം അരുൺ മുമ്പോട്ട് വന്ന് സുധീഷിന്റെ കോളറിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് അവനോട് ദേഷ്യപ്പെടുന്നുണ്ട്. നിങ്ങളുടെ പണം എടുത്തിട്ട് എങ്ങോട്ടടാ നീ ഓടിപ്പോയത്? പറയടാന്നൊക്കെ അരുൺ ചോദിക്കുമ്പോൾ കൈ എടുക്കേ, വന്നയുടൻ അവനെ ശല്യപ്പെടുത്താതെ കുറച്ചു നേരം സമാധാനത്തോടെ ഇരിക്കേ, എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകും. അവൻ എവിടേക്കും ഓടിപ്പോയതൊന്നുമില്ലല്ലോ മോനെ. നീ ഇന്നലെ വരാത്തത് കൊണ്ട് ഇവിടെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായെന്നറിയോ? ഇപ്പോൾ സുധീഷ് വന്നത് കൊണ്ടാണ് ഞങ്ങൾക്കൊക്കെ ഒരു ആശ്വാസമായത്. എന്ത് പറ്റിയതാ മോനെ എന്നെല്ലാം രാജീവ് ഒന്നും അറിയാത്തതുപോലെ ചോദിക്കുമ്പോൾ സുധീഷ് ദേഷ്യത്തോടെ അയാളെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. ഇത് ചോദിക്കുന്നുണ്ട്, എന്താ സുധീഷ് ഞാൻ ഫോൺ ചെയ്തപ്പോൾ ഫോൺ എടുക്കാതിരുന്നത്? എത്ര പ്രാവശ്യം സുധീഷിനെ വിളിച്ചു? എവിടെയാണ്, എന്ത് ചെയ്യുവാണ് എന്നെങ്കിലും പറയാൻ തോന്നിയോ സുധീഷിനെ? അതിന് മാത്രം എന്താ സുധീഷിന് പറ്റിയത്? അച്ഛൻ്റെ പണം അത് സുധീഷ് എടുക്കില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇവരൊക്കെ അങ്ങനെ പറഞ്ഞിട്ടും ഞാനത് വിശ്വസിച്ചിട്ടില്ലെന്നൊക്കെ പറയുമ്പോൾ അതെ നിധി, ഞാനത് എടുത്തിട്ടില്ലെന്ന് തന്നെ പറയുവാണ് സുധീഷ്. പിന്നെ എന്തുകൊണ്ടാണ് സുധീഷ് ഇന്നലെ വരാതിരുന്നത്? സുധീഷ് ആ പണം എടുത്തുകൊണ്ട് ഓടിപ്പോയെന്ന ഇവരെല്ലാവരും ഇന്നലെ പറഞ്ഞുണ്ടാക്കിയത്. ഞാൻ എത്രമാത്രം പേടിച്ചെന്നറിയോ? ഒന്ന് ഫോൺ ചെയ്ത് എവിടെയാണെന്നെങ്കിലും ഒന്ന് പറഞ്ഞുകൂടായിരുന്നോ? സുധീഷ് എവിടെയായിരുന്നോ, എന്താ സംഭവിച്ചതെന്നൊക്കെ നിധി ചോദിക്കുമ്പോൾ ഞാൻ പറയാം നിധി. നിധിയുടെ അച്ഛൻ തന്ന ബാഗുമായിട്ട് ഞാൻ കാർ ഓടിച്ച് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു വയസ്സായ ആളെൻ്റെ കാറിന് കൈ കാണിച്ചു. എന്തോ ആക്സിഡൻ്റ് ആയതുപോലെ തോന്നി. ഞാൻ വണ്ടി നിർത്തി കാര്യം അന്വേഷിച്ച് ചെന്നപ്പോൾ 5-6 ആൾക്കാർ വന്ന് എന്നെ അടിച്ചിട്ട് കാറിൽ വെച്ചിരുന്ന ബാഗ് എടുത്തുകൊണ്ട് പോയി. ഞാൻ അവരെ തടയാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചതാ നിധി. എന്നാൽ ബാഗ് എടുത്തിട്ട് അവർ എങ്ങോട്ടോ ഓടിപ്പോയി. എനിക്കവരെ തടയാൻ കഴിഞ്ഞില്ല. എന്നെയും അവർ പിടിച്ചു വലിച്ച് മറ്റേതോ ഒരു കാറിൽ കയറ്റി ഏതോ ഫാക്ടറി പോലെയുള്ള ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എനിക്ക് എന്താ നടക്കുന്നത് എന്നൊന്നും പിടികിട്ടിയില്ല. ബാഗ് കൊണ്ടുപോയതാരെ, എന്നെ കെട്ടിയിട്ടതാരെ ഒന്നും തന്നെ അറിവില്ല നിധി. രാത്രിയിൽ അവരെന്നെ വണ്ടിയിൽ എങ്ങോട്ടോ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ രക്ഷപ്പെട്ടു ഓടിയതാ ഞാൻ. അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിയത് എന്നെല്ലാം സുധീഷ് പറയുന്നത് കേൾക്കുമ്പോൾ ഇവനൊന്നും അറിഞ്ഞിട്ടില്ലെന്നൊക്കെ ഓർത്ത് രാജീവിന് കുറച്ച് സമാധാനമൊക്കെ തോന്നുന്നുണ്ട്. സുധീഷേ, നിനക്കൊന്നും പറ്റിയില്ലല്ലോ എന്ന് നിധി ചോദിക്കുമ്പോൾ ഇല്ലെന്ന് തലയാട്ടുവാണ്. നിധിയാണെങ്കിൽ ദേഷ്യത്തോടെ അച്ഛനെ നോക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞതല്ലേ അച്ഛ സുധീഷ് അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന്. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞത് അവൻ അത്രക്കാരനല്ലെന്ന്. എന്നിട്ട് നിങ്ങൾ ആരെങ്കിലും അത് വിശ്വസിച്ചോ? നിങ്ങളൊക്കെ ഇന്നലെ എന്തെല്ലാം സുധീഷിനെ പറ്റി പറഞ്ഞു. എന്നിട്ടിപ്പോൾ സുധീഷ് വന്ന് നിൽക്കുന്നത് കണ്ടില്ലേ? ഇനി നിങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്നൊക്കെ ചോദിച്ച് അവരോട് ദേഷ്യപ്പെടുന്നുണ്ട് നിധി.
അത് വിട്ടുകള. എന്തായാലും സുധീഷ് തിരിച്ചു വന്നല്ലോ. അവനെ കൊണ്ടുപോയി മുറിയിലാക്ക്. എത്ര അടി വാങ്ങി വന്നതായിരിക്കും പാവം. അവൾ പോയി അവൻ കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തോണ്ട് വാ. മോനിരിക്കേ എന്നെല്ലാം പറഞ്ഞ് രാജീവ് അവർക്ക് മുമ്പിൽ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്. അതേസമയം വെള്ളം ഞാൻ എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് സാന്ദ്ര അകത്ത് പോയി വെള്ളം എടുത്തോണ്ട് വന്ന് സുധീഷിന് കൊടുക്കുന്നുണ്ട്. നിധി, ഇവൻ എന്തോ കഥയുണ്ടാക്കി പറയുവാണ്. ഉടനെ തന്നെ നീ അത് വിശ്വസിച്ചല്ലോ. കള്ളം പറയുവാ നിധി. സ്വർണവും പണവുമെല്ലാം അവൻ തന്നെ എടുത്തു മാറ്റിയിട്ട് ഒരു കഥ മെനഞ്ഞുണ്ടാക്കി വന്നിരിക്കുക. അവനെ ആരോ തട്ടിക്കൊണ്ടു പോയെന്നും സ്വർണം മോഷ്ടിച്ചെന്നൊക്കെ കള്ളം പറഞ്ഞുണ്ടാക്കുന്നതാ. എല്ലാം അരുൺ പറയുമ്പോൾ ഇവൻ ധൃതി പിടിച്ച് എല്ലാം കുളമാക്കുമെന്നാ തോന്നുന്നത്. അരുൺ, നീ ഒന്നും മിണ്ടാതിരിക്കെ. സുധീഷിന് കള്ളം പറയേണ്ട ആവശ്യം എന്താ? അവൻ എവിടേക്കും ഓടിപ്പോയതൊന്നുമില്ലല്ലോ. ഇങ്ങോട്ട് തന്നെ തിരിച്ചു വന്നില്ലേ? അവൻ്റെ മേൽ തെറ്റില്ലെന്നും പറഞ്ഞു. കുറച്ചു നേരം നീ മിണ്ടാതിരിക്ക അരുൺ എന്നൊക്കെ പറയുവാണ് രാജീവ്. എന്തിനാ വെറുതെ ഇതിൽ ഇടപെടുന്നത്? ഇവൻ മോഷ്ടിച്ചോണ്ട് വന്ന് നിൽക്കുന്നത് കണ്ടില്ലേ? എന്നിട്ട് ആ സ്വർണവും പണവും ഒക്കെ എവിടെ? സ്വയം രക്ഷപ്പെട്ട് ഇവൻ ആ സ്വർണവും പണവും കാത്തു സൂക്ഷിക്കാൻ അറിയില്ലേ? കഥയൊന്നും എന്നെ കൊണ്ട് വിശ്വസിക്കാൻ പറ്റില്ല അച്ഛാ. എല്ലാം ചെയ്തു വെച്ചിട്ട് പുതിയ കഥ മെനഞ്ഞുണ്ടാക്കുവാണ് അവൻ. അവനെ ഇവിടെ ഇരുത്തിയല്ല സംസാരിക്കേണ്ടത്. പോലീസിൽ ഏൽപ്പിക്കണമെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുവാണ് അരുൺ. ഏട്ടാ, ഇത്രയും നേരം ഞാൻ മര്യാദക്കാണ് സംസാരിച്ചത്. നിങ്ങൾ എന്ത് ഓവറായിട്ടാണ് സംസാരിക്കുന്നത്? സുധീഷ് മോഷ്ടിച്ചത്രേ. അവൻ്റെ കുടുംബം തന്നെ മോഷ്ടിക്കുന്ന കുടുംബമാണത്രേ. ഇങ്ങനെ എന്തൊക്കെ നിങ്ങൾ പറഞ്ഞുണ്ടാക്കി? ഇപ്പം നിങ്ങളുടെ മുന്നിലിരിക്കുവല്ലേ സുധീഷ്? ഇതിൽ കൂടുതൽ എന്ത് തെളിവ് വേണം നിങ്ങൾക്ക്? എത്ര ഈസി ആയിട്ടാണ് നിങ്ങൾ ഒരാളുടെ മേൽ പഴി ചാരുന്നത് എന്നെല്ലാം ചോദിച്ച് അരുണിനോട് ദേഷ്യപ്പെടുവാണ് നിധി. വിട്ടേനെ നിധി. അതിനാ പണവും സ്വർണവും എവിടെ പോയെന്ന് ഇവൻ ആദ്യം പറയട്ടെ. എങ്കിൽ നീ പറഞ്ഞതെല്ലാം ശരിയാണെന്നും പറഞ്ഞ് ഞാൻ അപ്പം തന്നെ വിട്ടേക്കാം ഇവനെ എന്നൊക്കെ പറയുവാണ് അരുൺ. അത് കേട്ട് സുധീഷ് ദേഷ്യത്തോടെ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റ് അരുണിനെ നേർക്ക് വരുന്നുണ്ട്. ഇപ്പോൾ എന്താ നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങൾ കൊടുത്തുവിട്ട സ്വർണവും പണവും എവിടെയുണ്ടെന്ന് അറിയണം. അത്രയല്ലേ ഉള്ളൂ. ഇപ്പോൾ വരാം, ജസ്റ്റ് 1 മിനിറ്റ് എന്നും പറഞ്ഞുകൊണ്ട് സുധീഷ് പുറത്തേക്ക് പോവുകയാണ്. അത് കാണുന്ന രാജീവ് അരുണിനെ മാറ്റി നിർത്തിക്കൊണ്ട് ദേഷ്യപ്പെടുവാണ്. എടാ വിവരം കെട്ടവനെ, അവൻ എങ്ങനെയോ രക്ഷപ്പെട്ടു വന്നിരിക്കുകയാണ്. നമ്മളാണ് ഇതിന് പിന്നിലെന്ന് അവൻ ഈ നേരം വരെ അറിഞ്ഞിട്ടില്ല. നീ വെറുതെ സംസാരിച്ച് പ്രശ്നമുണ്ടാക്കല്ലേ. ഒന്നും മിണ്ടാതിരിക്കേ. വെറുതെ കാട് കയറി സംസാരിച്ച് അവന് സംശയത്തിന് ഇട കൊടുക്കാതെ എന്നൊക്കെ പറയുന്നുണ്ട് രാജീവ്. അപ്പോഴേക്കും പുറത്തു പോയ സുധീഷ് സുഭാഷിനെയും നികേഷിനെയും കൂട്ടി അകത്തേക്ക് വരുന്നുണ്ട്. നിങ്ങളെന്താ ഇവിടെ? നികേഷേ, എന്താടാ ഇത് ശരിക്കും സംഭവിച്ചതെന്നൊക്കെ നിധി ചോദിക്കുമ്പോൾ, നിധി, ഈ ഒരു സീനിൽ ഇവരെങ്ങനെ വന്നു എന്നല്ലേ നീ ഇപ്പോൾ ആലോചിക്കുന്നത്? ഇൽക്കെ, ഞാൻ പറയാമെന്നും പറഞ്ഞുകൊണ്ട് സുധീഷ് കാര്യങ്ങളൊക്കെ നിധിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നെ കടത്തിക്കൊണ്ടുപോയെടുത്ത് നിന്ന് ഗുണ്ടകളുടെ ഫോൺ കൈക്കലാക്കി സുഭാഷ് ഏട്ടനെ വിളിച്ചതും തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളെല്ലാം നിധിയോട് പറഞ്ഞു കൊടുക്കുവാണ്. ഗുണ്ടകൾ ഞാൻ സംസാരിച്ച കാര്യം അറിഞ്ഞ് എന്നെ അവിടെ നിന്ന് മാറ്റാൻ ട്രൈ ചെയ്തു. അതോടെ എൻ്റെ കഥ തീർന്നെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നാൽ ഹരീഷിൻ്റെ വണ്ടിയും എന്നെ കടത്തിക്കൊണ്ടു പോകുന്ന വണ്ടിയും തമ്മിൽ ആക്സിഡൻ്റായി. വണ്ടിയിലിരിക്കുന്നത് നികേഷ് കണ്ടു. പിന്നെന്താ സംഭവിച്ചതെന്ന് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ. ഗുണ്ടകളുമായിട്ട് പൊരിഞ്ഞ ഫൈറ്റ് ആയിരുന്നു അവിടെ നടന്നത്. എല്ലാവരെയും പറത്തി വിട്ടെന്നൊക്കെ സുധീഷ് പറഞ്ഞത് കേട്ട് നിധി ആകെ ഷോക്ക് ആവുന്നുണ്ട്. എന്താ ഇത്? ആരാണ് മോനെ തട്ടിക്കൊണ്ടുപോയത്? ആരാണ് മോനോട് അങ്ങനെയൊക്കെ പെരുമാറിയത്? ആരാണെങ്കിലും ഞാൻ കണ്ടുപിടിക്കും. അവനെ എൻ്റെ കയ്യിൽ കിട്ടട്ടെ. ഞാൻ അവനെ വെച്ചേക്കില്ലെന്നൊക്കെ പറഞ്ഞ് രാജീവ് നന്നായിട്ട് തന്നെ അഭിനയിക്കുന്നുണ്ട്. അച്ഛാ, നിങ്ങൾ എന്തിനാ ഇത്ര ബുദ്ധിമുട്ടുന്നത്? ആളാരാണെന്നൊക്കെ ഞാൻ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഹരീഷേ, അവനെ കൊണ്ടുപോകാന്നും പറഞ്ഞ് വിളിച്ചു പറയുമ്പോൾ ഹരീഷ് പുറത്തു നിന്നും ഒരു ഗുണ്ടയെ പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നുണ്ട്. നിൽക്കുന്നത് കണ്ടില്ലേ? ഇവനാണ് ആളെന്നൊക്കെ സുധീഷ് പറയുമ്പോൾ, ഇവനാണോ മോനെ നിന്നോട് ഇങ്ങനെ ഒരു ക്രൂരത ചെയ്തത് ചോദിച്ച് ആ ഗുണ്ടയെ അടിക്കുവാണ് രാജീവ്. എടനി പറയേ, എൻ്റെ പണവും സ്വർണവും ഒക്കെ എവിടെ? എൻ്റെ മരുമകനെ എന്തിനു നീ തട്ടിക്കൊണ്ടുപോയി? പറയടാ, ഇവനെ എനിക്ക് വിട്ടേക്ക് മോനെ. ഇവനെ അടിക്കുന്ന അടിയിൽ സത്യങ്ങളെല്ലാം പുറത്തു വരുന്നത് കണ്ടോ? അറിയടാന്നും പറഞ്ഞുകൊണ്ട് രാജീവ് ആ ഗുണ്ടയെ തലങ്ങും വിലങ്ങും അടിക്കുന്നുണ്ട്. കാണുന്ന സുഭാഷ് വന്ന് അവരുടെ 2 പേരുടെയും ഇടയിൽ കയറി നിൽക്കുവാണ്. എന്നിട്ട് രാജീവിനെ രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട് സുഭാഷ്. എന്താ മോൻ സുഭാഷ് നീ എന്നെ ഇങ്ങനെ നോക്കുന്നത്? ആറി നിൽക്കേ, ഞാൻ അവനെ കൊണ്ട് സത്യം പറയിപ്പിച്ചോളാം. എന്താടാ സുഭാഷ് നീ എന്നെ ഇങ്ങനെ നോക്കുന്നതെന്നൊക്കെ രാജീവ് ചോദിക്കുമ്പോൾ, നിങ്ങളെ വിശ്വസിച്ചല്ലേ ഞാൻ ഇവരെ 2 പേരെയും ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്തത്? വയസ്സിന് മൂത്തയാളെ എല്ലാം മറന്നു വന്ന് വീട്ടിൽ വന്ന് സ്നേഹത്തോടെ എല്ലാവരോടും ഇടപഴകിയപ്പോൾ നിങ്ങളൊരു നല്ലയാളാണെന്നാണ് ഞാൻ വിചാരിച്ചത്. നിങ്ങളെയും മരുമകനെയും കൂട്ടിക്കൊണ്ടു പോകട്ടെ എന്ന് സന്തോഷത്തോടെ ചോദിച്ചത് കേട്ടപ്പോൾ അതൊരിക്കലും നിങ്ങളുടെ അഭിനയമാണെന്ന് കരുതിയില്ല. അത്രയും ബഹുമാനത്തോടു കൂടിയല്ലേ നിങ്ങളെ സ്വീകരിച്ചത്. നിങ്ങൾ വിശ്വസിച്ചത് കൊണ്ടല്ലേ ഇവരെ നിങ്ങളുടെ കൂടെ അയച്ചത്. എന്നിട്ട് നിങ്ങൾ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാവോ എന്ന് ചോദിക്കുന്നുണ്ട് സുഭാഷ്. സുഭാഷേട്ടൻ എന്തിനാ ഇയാളോട് ഇത്ര മാന്യമായിട്ട് സംസാരിക്കുന്നത്? കുറച്ചു നേരം വൈകിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇയാൾ നമ്മുടെ സുധീഷ് ഏട്ടനെ കൊന്നു കളയുമായിരുന്നില്ലേ? ഉള്ള ഒരാളോട് എന്തിനാ ഇത്ര മര്യാദയോടെ സുഭാഷ് ഏട്ടൻ സംസാരിക്കുന്നത്? എല്ലാം ഹരീഷ് പറയുന്നത് കേൾക്കുമ്പോൾ ആകെ ഞെട്ടിത്തരിക്കുവാണ് നിധി. എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? സുധീഷിനെ കൊല്ലാൻ പോയി എന്നോ? ഹരീഷ് നീ എന്താ പറഞ്ഞത്? എന്താ അച്ഛാ ഇതൊക്കെ എന്തോ ഒരുമാതിരി സംസാരിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല.
എന്നെല്ലാം നിധി ചോദിക്കുമ്പോൾ ഏടത്തി ഞാൻ പറയാം, ഏടത്തിയുടെ അച്ഛനാണ് ഇതിനെല്ലാം കാരണം. ഇയാളാണ് ആളയച്ച് സുധീഷ് ഏട്ടൻ്റെ വണ്ടി തടഞ്ഞ് പണവും സ്വർണവും കടത്തിക്കൊണ്ടു പോയതും ഏട്ടനെ തട്ടിക്കൊണ്ടുപോയതുമെല്ലാം. ഏട്ടനെ ഏടത്തിയുടെ ജീവിതത്തിൽ നിന്നും പിരിക്കണം, ഏടത്തിയെ ഈ വീട്ടിൽ തന്നെ നിർത്തണം. ഇതിനായിരുന്നു ഇയാൾ ഇതൊക്കെ ചെയ്തത്. ഇപ്പോൾ എല്ലാം പിടിക്കപ്പെടുമെന്നായപ്പോൾ അയാളുടെ ഒരു അഭിനയം. ഇന്നലെ ആ ആക്സിഡൻ്റായി ഞങ്ങൾ ഏട്ടനെ കാണാതെ പോയെന്ന് വെച്ചോ, എങ്കിലിപ്പോൾ ഏട്ടനെ ജീവനോടെ ആരും കാണില്ലായിരുന്നോ എന്നെല്ലാം നികേഷ് പറഞ്ഞത് കേട്ട് ആകെ പരുങ്ങി നിൽക്കുവാണ് രാജീവ്. നിധിയാണെങ്കിൽ ദേഷ്യത്തോടെ, ഇവൻ പറയുന്നതെല്ലാം സത്യമാണോ അച്ഛാ? നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണോ ഇതെല്ലാം നിങ്ങൾ ചെയ്തത്? അറിയച്ചാന്നൊക്കെ നിധി ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല മോളെ, ഇവരെല്ലാവരും കൂടി കള്ളക്കഥ മെനഞ്ഞുണ്ടാക്കുക. അച്ഛൻ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് മോൾക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുവാണ് രാജീവ്. പിന്നെന്തിനാ സാർ കാറിൽ വെച്ച് എന്നെ വെല്ലുവിളിച്ചത്? നിങ്ങൾ പ്ലാൻ ചെയ്താണ് എന്നെയും നിധിയെയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇങ്ങനെ ഒരു പഴിചാരി എന്നെ മൊത്തമായിട്ടും ഇല്ലാതാക്കാൻ നോക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ച കാര്യമല്ല കേട്ടോ എല്ലാം സുധീഷ് പറയുമ്പോൾ, ദേ നിധി, ഇവൻ പറയുന്നതൊന്നും നീ വിശ്വസിക്കരുത്. എന്നെയും നമ്മുടെ കുടുംബത്തെയും പിരിക്കാൻ വേണ്ടിയാണ് ഇവൻ ശ്രമിക്കുന്നത്. വിശ്വസിക്കല്ലേ നിധി, ഇവൻ്റെ കാര്യം നീ ഞങ്ങൾക്ക് വിട്ടേക്ക്. എൻ്റെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം. നീ റൂമിലേക്ക് പോ മോളെ. ഹേമേ, ഇവളെ കൂട്ടിക്കൊണ്ട് പോ. അരുൺ, മോളെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നൊക്കെ രാജീവ് പറയുമ്പോൾ ഹേമയും അരുണും കൂടി നിധിയെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകാൻ നിൽക്കുന്നുണ്ട്. പിന്നെ അവർ നിധിയുടെ കയ്യിൽ പിടിച്ച് മേലേക്ക് കൂട്ടിക്കൊണ്ട് പോകാൻ ശ്രമിക്കുകയാണ്. തന്നെ എൻ്റെ മേൽ കൈവച്ചാൽ ഞാൻ എന്താ ചെയ്യുക എന്ന് എനിക്ക് തന്നെ അറിയില്ല എന്നും പറഞ്ഞ് നിധി ഹേമയുടെയും അരുണിൻ്റെയും കൈ തട്ടി മാറ്റിക്കൊണ്ട് അവർക്കരികിലേക്ക് തന്നെ വരുന്നുണ്ട്. നീ ഞാൻ പറയുന്നത് കേൾക്കുമോളെ, ഇവനെ വിശ്വസിക്കാതെ അച്ഛനായി ഞാൻ പറയുന്നത് മോൾ വിശ്വസിക്ക് എന്നും പറഞ്ഞ് രാജീവ് നിധിയുടെ അരികിലേക്ക് വരുമ്പോൾ അയാളെ പിടിച്ച് തള്ളുവാണ് നിധി. രാജീവ് തറയിലേക്ക് വീഴുന്നുണ്ട്. അത് കണ്ട് എല്ലാവരും ആകെ ഞെട്ടലോടെ നിധിയെ നോക്കുവാണ്. നിങ്ങൾ സുധീഷിനെ വെല്ലുവിളിച്ചായിരുന്നോ എന്ന് നിധി ചോദിക്കുമ്പോൾ, നിധി, അന്ന് ഇയാൾ എൻ്റെ കാറിൽ കയറിയെന്ന് ഞാൻ പറഞ്ഞല്ലായിരുന്നോ? അന്ന് എന്നോട് പറഞ്ഞതാണ് ഒരാഴ്ചക്കുള്ളിൽ നിധി എൻ്റെ മകളായിട്ട് ഈ വീട്ടിൽ തിരിച്ചെത്തുമെന്ന്. അതിനുശേഷം ഇയാൾ നമ്മുടെ വീട്ടിൽ വന്ന് സ്നേഹം കാണിച്ചില്ലേ, അതൊക്കെ വെറും അഭിനയമായിരുന്നു. പിന്നെ ഈ വീട്ടിലെത്തിയതിന് ശേഷം ഇയാളും നിന്റെ ഏട്ടനും എന്നെ എത്രമാത്രം അപമാനിച്ചെന്നറിയോ നിധി? എന്നാൽ ഞാൻ അതൊന്നും സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ലായിരുന്നു. നീ കുടുംബത്തോടൊപ്പം സന്തോഷമായിട്ട് ഇരിക്കണം. അത് കാരണം കൊണ്ട് മാത്രമാണ് ഞാനൊന്നും നിധിയോട് പറയാതിരുന്നതെന്നൊക്കെ പറയുവാണ് സുധീഷ്. ഇത് ഇവിടെ വെച്ച് അച്ഛനും ഏട്ടനും സുധീഷിനെ അപമാനിച്ചോ? എന്താ ചെയ്തതെന്നൊക്കെ നിധി ചോദിക്കുമ്പോൾ അവർ ചെയ്ത കാര്യങ്ങളെല്ലാം സുധീഷ് പറയുന്നുണ്ട്. ഇവരുടെ സ്വർണവും പണവും അടങ്ങിയ ബാഗ് എടുത്തിട്ട് പോകാൻ പറഞ്ഞപ്പോൾ പോലും എന്തെങ്കിലും എമർജൻസി ഉണ്ടാകും, അതുകൊണ്ടാണ് എന്നെ ഏൽപ്പിച്ചതെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. എന്നാൽ ആ സമയമൊന്നും നിന്റെ അച്ഛൻ എന്നെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി പദ്ധതി ഇടുകയാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല നിധി എന്നെല്ലാം സുധീഷ് ഇങ്ങനെ പറയുമ്പോൾ, നിർത്തടാ നിധി, മോളെ ഇവനെ വിശ്വസിക്കരുത്. മോളെ, ഇവൻ എപ്പോൾ വന്നവൻ? കേവലം ഒരു ഡ്രൈവർ മാത്രമല്ലേ ഇവനെ നീ വിശ്വസിക്കരുത്. ജന്മം നൽകി 23 വർഷത്തോളം വളർത്തിയ ഞങ്ങളെയല്ലേ നീ വിശ്വസിക്കേണ്ടത്? ശരി, ഇവൻ പറയുന്നതെല്ലാം സത്യമാണെന്നിരിക്കട്ടെ, അതിനൊക്കെ എന്തെങ്കിലും തെളിവുകളുണ്ടോ? അങ്ങനെയാണെങ്കിൽ എനിക്കും പറയാമല്ലോ. എൻ്റെ സ്വത്ത് കൈക്കലാക്കാനാണ് എൻ്റെ മോളെ ഇവൻ കടത്തിക്കൊണ്ടുപോയതെന്ന്. അതാണ് ഇവൻ്റെ പ്ലാൻ എന്ന് ഞാൻ പറയട്ടെ. ഞാൻ പറയുന്നത് വിശ്വസിക്കണമെങ്കിൽ തെളിവ് വേണം. തെളിവുണ്ടോ? ചോദിക്കും മോളെ എല്ലാം രാജീവ് ആവശ്യപ്പെടുമ്പോൾ ഹരീഷ് മുമ്പോട്ട് വന്ന്, തെളിവുണ്ട് സാർ. എടാ, ചോദിക്കുന്നത് കേട്ടില്ലേ, എന്നിട്ട് നീ മിണ്ടാതെ നിൽക്കുന്നോ? പറയടാ. സാറേ, നിങ്ങൾ ചോദിച്ച പ്രൂഫ് ഇവൻ പറഞ്ഞോളുമെന്നും പറഞ്ഞുകൊണ്ട് ഹരീഷ ഗുണ്ടയെ അടിക്കുന്നുണ്ട്. ഇങ്ങനെ ഗുണ്ട കുറ്റസമ്മതം നടത്തുവാണ്. ഞങ്ങളെല്ലാം ചെയ്തത് രാജീവ് സാറും അരുൺ സാറും പറഞ്ഞതനുസരിച്ചിട്ടാണ്. പണവും സ്വർണവും എടുത്തതിന് ശേഷം സുധീഷിനെ തട്ടിക്കൊണ്ടു പോകാനുള്ള എല്ലാ ഐഡിയയും പറഞ്ഞു തന്നത് ഇവരാണ്. മാത്രമല്ല, സാറിൻ്റെ മകൾ നിധി ഒരിക്കലും സുധീഷിനെ തേടി വരരുതെന്നും സുധീഷിനെ ഇനി ആരും കാണരുതെന്നും സുധീഷിനെ കൊന്നു കളഞ്ഞേക്കാനും പറഞ്ഞു. എന്നെല്ലാം ആ ഗുണ്ട കുറ്റസമ്മതം നടത്തുന്നത് കേട്ട് നിധി ആകെ ഞെട്ടിത്തെരിക്കുവാണ്. ഞങ്ങൾ അടിച്ചാടിയിൽ ഇവൻ്റെ കൂട്ടുകാരെല്ലാം ഓടിപ്പോയി. നല്ല സമയമായതുകൊണ്ട് ഇവൻ ഓടാൻ പറ്റിയില്ല. ഇവന് മാത്രം ഞങ്ങളുടെ കയ്യിൽ കിട്ടി. അല്ലെങ്കിൽ ഞാൻ കള്ളം പറയുകയാണെന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ അച്ഛൻ ഇവിടെ വലിയ ഡ്രാമ തന്നെ നടത്തിയേനെ നിധി എന്നെല്ലാം സുധീഷ് പറഞ്ഞു കൊടുക്കുമ്പോൾ, നിധി ഞാനൊന്ന് പറയട്ടെ മോളെ എന്ന് രാജീവൻ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും, മതി നിർത്ത്, നിങ്ങളൊക്കെ ഒരു മനുഷ്യൻ തന്നെയാണോ? ഇങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റി? നിങ്ങൾ ഞാൻ എത്രത്തോളം വിശ്വസിച്ചു. എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിച്ച് വന്നതെന്ന് വിചാരിച്ച് ഒരുപാട് സന്തോഷിച്ചതായിരുന്നു ഞാൻ. നിങ്ങൾക്ക് എന്നെ പഴയതുപോലെ ഈ വീട്ടിൽ തളച്ചിടണം, അതല്ലേ നിങ്ങളുടെ പ്ലാൻ. അതുകൊണ്ട് അച്ഛൻ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിച്ചത്. അതുപോലെ തന്നെ ഇന്നലെ നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞത്? ആ ഒരു സംസാരമൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി എന്നെല്ലാം നിധി ഇങ്ങനെ ദേഷ്യത്തോടെ പറയുമ്പോൾ, അച്ഛൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിന്റെ നല്ലതിനാണ് നിധി. ആ വീട്ടിലെ ഗതികെട്ട ജീവിതം ജീവിച്ച് തീർക്കേണ്ടവളാണോ നീ ഇവിടെ വന്നതിന് ശേഷം എത്ര സന്തോഷത്തിലായിരുന്നു? അതെല്ലാം ഒന്ന് ഓർത്തു നോക്ക്. അവിടെ പോയി നീ എന്തിനാ വെറുതെ കഷ്ടപ്പെടുന്നത് എന്നെല്ലാം അരുൺ നിധിയുടെ അരികിലേക്ക് വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്. അത് കണ്ട് നിധി, ഏട്ടൻ്റെ കാലിന് ഇപ്പോൾ ഒരു കുഴപ്പവുമില്ലല്ലോ. നേരത്തെ ഞൊണ്ടിയല്ലേ നടന്നുകൊണ്ടിരുന്നത്. അച്ഛൻ എന്നെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ പറഞ്ഞപ്പോൾ വേഗത്തിലാണല്ലോ നിങ്ങൾ എൻ്റെ അരികിലേക്ക് വന്ന് കയ്യിൽ പിടിച്ചത്.
അപ്പോൾ നിങ്ങൾക്ക് നടക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ഇതും അഭിനയമായിരുന്നല്ലേ എന്നൊക്കെ ചോദിക്കുവാണ് നിധി. കേട്ട് സാന്ദ്രയും സംശയത്തോടു കൂടി അരുണിനെ നോക്കുന്നുണ്ട്. അത് പിന്നെ ഞാൻ നേരത്തെ ഞൊണ്ടി ഞൊണ്ടി തന്നെയാണ് നടന്നു വന്നത്, അത് നിനക്ക് തോന്നിയതാവുമെന്നൊക്കെ അരുൺ പറയുമ്പോൾ എട ദുഷ്ട, അപ്പോൾ എല്ലാം ഡ്രാമയായിരുന്നല്ലേ? എന്ത് തരം ആൾക്കാരാണ് നിങ്ങളൊക്കെ? ഇവിടെ നിൽക്കാൻ തന്നെ എനിക്കിപ്പോൾ പേടി തോന്നുന്നു. എല്ലാവരും ഏത് രീതിയിലൊക്കെയാണ് അഭിനയിക്കുന്നത്. ഒരു നിമിഷം നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എന്നെ പഴയതുപോലെ ഇവിടെ കൊണ്ടുവന്ന് വീണ്ടും അടിച്ചിട്ടില്ലായിരുന്നോ എന്നെല്ലാം ചോദിച്ച് നിധി ദേഷ്യപ്പെടുമ്പോൾ മോളെ നീ സൂക്ഷിച്ച് സംസാരിക്കേ എന്നെല്ലാം അച്ഛൻ ആവശ്യപ്പെടുമ്പോൾ എന്താ ഞാൻ സൂക്ഷിക്കേണ്ടത്? നിങ്ങൾ എൻ്റെ അച്ഛനാണെന്ന് പറയാൻ പോലും എനിക്കിപ്പോൾ നാണക്കേട് തോന്നുന്നു. ഒരു അച്ഛൻ ചെയ്യേണ്ട കാര്യമാണോ നിങ്ങൾ ചെയ്തത്? ഒരാളെ കൊല്ലാൻ മാത്രം അത് പതിച്ചു പോയോ എൻ്റെ അച്ഛൻ? നിങ്ങളുടെ അന്തസ്സ്, അഭിമാനം അതൊക്കെയല്ലേ നിങ്ങൾക്ക് വലുത്? നിങ്ങളുടെ മകളുടെ സന്തോഷം നിങ്ങൾക്ക് വലുതല്ലല്ലോ. നിങ്ങൾക്ക് നാട്ടുകാരോടും ബന്ധുക്കളോടും ഞങ്ങളുടെ മകളെ ഞങ്ങൾ കൂട്ടിക്കൊണ്ടുവന്നെന്ന് പറയണം. അതിനുവേണ്ടി നിങ്ങൾ ഏത് ലെവലിലേക്ക് വേണമെങ്കിലും തരം താണു പോകുമല്ലേ? എല്ലാം നിധി ചോദിക്കുമ്പോൾ മോളെ അച്ഛൻ എൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് എല്ലാം ചെയ്തത് എന്ന് പറഞ്ഞ് രാജീവൻ നിധിയുടെ അരികിലേക്ക് വരുമ്പോൾ എൻ്റെ അടുത്തേക്ക് വന്നു പോകരുത്. നിങ്ങളെ കാണുന്നത് പോലും എനിക്കിപ്പോൾ പേടിയാണ്. നിങ്ങളെ വിശ്വസിച്ച് ഈ വീട്ടിലേക്ക് വന്നതോർക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുന്നു. മതി, നിങ്ങൾ ഇതുവരെ എനിക്ക് വേണ്ടി ചെയ്തു തന്ന എല്ലാ നല്ല കാര്യങ്ങളും മതി. നിങ്ങളെയൊക്കെ കാണുന്നത് പോലും എനിക്കിപ്പോൾ വെറുപ്പാണ്. അച്ഛൻ പങ്ങള് എന്നൊക്കെ പറഞ്ഞ് ഇനി ആരും എൻ്റെ മുന്നിലേക്ക് വന്നു പോകരുത്. ഇനി മുതൽ നിങ്ങളൊന്നും എൻ്റെ ആരുമല്ല. നിങ്ങളാരോ ഞാനാരോ എന്ന് പറഞ്ഞുകൊണ്ട് നിധി തൻ്റെയും സുധീഷിൻ്റെയും ബാഗും എടുത്ത് ആ വീട്ടിൽ നിന്നും ഇറങ്ങി പോവാൻ നിൽക്കുവാണ്. പോവാം വാ എന്ന് പറഞ്ഞുകൊണ്ട് നിധി വന്ന് അവരെ എല്ലാം വിളിക്കുമ്പോൾ നികേഷ് മുമ്പോട്ട് വന്ന് ഇവരേട്ടനെ കൊല്ലാൻ നോക്കിയില്ലേ, ഇനി നമുക്ക് പോലീസ് കംപ്ലൈൻറ്റ് കൊടുക്കാമേ എടുത്തി. ഒരാളെ കടത്തിക്കൊണ്ടുപോയി കൊല്ലാൻ നോക്കുന്നത് ക്രിമിനൽ കുറ്റമല്ലേ? പക്ഷെ പറയാനും ആളുണ്ടല്ലോ, നമുക്ക് കംപ്ലൈൻറ്റ് കൊടുക്കാമേ എടുത്തി എന്നൊക്കെ നികേഷ് പറയുമ്പോൾ ഇതൊന്നും മിണ്ടാതെ നിൽക്കുകയാണ്. എടാ അത് വിട്ടേക്കടാ, ഇത് ചെയ്ത തെറ്റിനുള്ള പാപം ഇവർ തന്നെ വൈകാതെ അനുഭവിച്ചോളും. മോളെ നമുക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് സുഭാഷ് ഏട്ടൻ മുമ്പോട്ട് നടക്കുവാണ്. നീ ചെയ്യുന്നത് തെറ്റാണ്, ഇതിന് നീ ഒരുപാട് അനുഭവിക്കും എന്നെല്ലാം പിന്നിൽ നിന്ന് രാജീവ് വിളിച്ചു പറയുമ്പോൾ നിധി തിരിഞ്ഞു നിന്നുകൊണ്ട് പറയുവാണ് 23 വർഷം വളർത്തിയ നിങ്ങളെക്കാൾ എനിക്ക് വലുത് ഇപ്പോൾ ഇവരാണ്. എനിക്ക് നന്നായിട്ടറിയാം. എൻ്റെ സന്തോഷം ഇപ്പോൾ ഇവരോടൊപ്പമാണ്. എനിക്കൊരു വിഷമവുമില്ല. ഇവരോടൊപ്പം ഞാൻ ആ വീട്ടിൽ സന്തോഷത്തോടെയും സമാധാനത്തോടെയും കൂടി ജീവിക്കും. നീ ചത്താലും ഈ വീടിൻ്റെ പരിസരത്തേക്ക് പോലും ഞാൻ വരില്ല അച്ഛാ. നീ ഇങ്ങനെ ഒരു മോളെ അന്വേഷിച്ച് നിങ്ങളാരും അങ്ങോട്ടും വരണ്ട, ഗുഡ് ബൈ എന്നും പറഞ്ഞുകൊണ്ട് നിധി അവരോടൊപ്പം ഇറങ്ങി പോവുകയാണ്. അത് കണ്ട് ആകെ തകർന്നു നിൽക്കുവാണ് രാജീവ്.